വി.ഡി. സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശന്റെ കലിതുള്ളൽ അത് കുറച്ച് നാളായി തുടങ്ങിയിട്ട് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചപ്പോഴും ഇതേ പ്രവണതയുണ്ടായിരുന്നു. ഈഴവ വിരുദ്ധൻ എന്നാണ് കഴിഞ്ഞ ദിവസം വിളിച്ചിരിക്കുന്നത്. ഇത്രയ്ക്കേറെ കലിതുള്ളി ഈ പറയുന്ന വി.ഡി. സതീശനെതിരെ വാളോങ്ങാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നേർക്കുനേരെയുള്ള ഒരു ഉത്തരം, വെള്ളാപ്പള്ളിയോട് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പോവാത്ത ഒരേ ഒരു നേതാവാണ് വി.ഡി. സതീശൻ എന്നാണ് എൻ്റെ ഒരു അനുഭവം. വെള്ളാപ്പള്ളിയുടെ താല്പര്യത്തിന് വഴങ്ങുകയും വെള്ളാപ്പള്ളിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും. ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ വലിയ നേതാവ് പിണറായി വിജയൻ തൊട്ട് ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി. എന്താണോ കേരളീയ നവോത്ഥാനം, അതിനെതിരായി എന്തൊക്കെ ജീവിതത്തിൽ പറയാമോ ചെയ്യാമോ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി. അപ്പോഴും ഇടതുപക്ഷം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. മീൻസ് അപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ നേരിട്ട് ഇടപെട്ടാൽ വഷളാവും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേരിട്ട് പിന്തുണക്കുന്നില്ലെങ്കിലും സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ കൊണ്ട് വാഴ്ത്തിച്ചു. മാത്രമല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി 30 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ വലിയ മഹാമഹങ്ങൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോയി അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവഗിരി മഠാധിപതിക്കില്ലാത്ത സ്വീകാര്യത എന്ത് കാര്യമുണ്ട്? ഒരു സംഘടന, അതും ഇപ്പോൾ കുമാരനാശാൻ സെക്രട്ടറി ആയിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘമാണെന്നോ, ആ ധർമ്മവുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ആ സാധനം. ബ്ലേഡ് കമ്പനി നടത്തുന്നു, മദ്യക്കച്ചവടം നടത്തുന്നു, ഇതൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം, അത് മാത്രമല്ല സത്യവ്രത സ്വാമികൾ ഉൾപ്പെടെയുള്ളവർ ഇത് കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് പോയിരുന്ന ഒരു സമയത്ത് ഒരു അവസ്ഥയിൽ നിന്ന് ഇത് 30 കൊല്ലമായി തുടരുന്നു എന്നൊക്കെ പറയുന്നത് വലിയ അലങ്കാരം പോലെ, രാജാധിപത്യം പോലെ കൊണ്ടു നടക്കുകയാണല്ലോ. വലിയ അപകടമല്ലേ? അപ്പോൾ ആ കാലത്ത് ഇദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കാത്ത ഒരാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് വി.ഡി. സതീശനാണ്. അല്ലാതെ ഇപ്പോൾ വി.ഡി. സതീശൻ എപ്പോഴെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ നിന്ദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും നാരായണ ഗുരുവിൻ്റെ ചിന്തകളെക്കുറിച്ചൊക്കെ നല്ലതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ വി.ഡി. സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വെള്ളാപ്പള്ളി ഇറങ്ങുന്നതിൽ വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. 1. 2, വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറയുന്ന കടുത്ത വർഗീയതയും വിഭാഗീയതയും അതിനെ ആരാണ് അപലപിക്കേണ്ടത്? ആദ്യം അപലപിക്കേണ്ടത്, അദ്ദേഹത്തിന് എതിരെ ആദ്യം എടുക്കേണ്ട നടപടി. ഇന്നിപ്പോൾ ചില സാംസ്കാരിക നായകന്മാരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാൻഷിപ്പിൽ നിന്ന് മാറ്റണം. അതായത് CPM-ലെ പുക്കാസ പോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത, ആ ഗ്രൂപ്പ് ഏതാണ്ട് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇപ്പോൾ KEN കുഞ്ഞഹമ്മദ് തൊട്ട് ഉള്ള ഒരു ടീമാണ് കൂടെ നിൽക്കുന്നത്. ശ്രീജ നെയ്യാറ്റിൻകര വരെയുള്ളവരാണ് ആ ടീമിലുള്ള. അവരാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് പോലും CPM-ൻ്റെ സാംസ്കാരിക വിഭാഗത്തിനകത്തെ സ്വത്വവാദികളാണ്, അല്ലാതെ വർഗരാഷ്ട്രീയക്കാരല്ല. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ വലിയ പോരിന് ഇറക്കുന്നത് ആരാണ്? ആ ചോദ്യം, അദ്ദേഹത്തെ ആരാണ് ഇപ്പോഴും നവോത്ഥാന സമിതിയുടെ ചെയർമാനായി വെച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ അവസരത്തിലും അനവസരത്തിലും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിൽ ഈ പ്രസ്താവന നടത്തിക്കുന്നത്? ആ ചോദ്യം വളരെ പ്രധാനമല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? കാരണം CPM-ൻ്റെ രാഷ്ട്രീയ നയത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായൊരു മാറ്റം, ന്യൂനപക്ഷങ്ങളെ അന്ധമായി പ്രീണിപ്പിക്കുന്നു, അമിതമായി പ്രീണിപ്പിക്കുന്നു എന്നൊരു തോന്നൽ ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവന്മാരുൾപ്പെടെയുള്ളവർ ഒലിച്ചു പോകുന്നു. പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും BJP ലീഡ് നേടുന്നു, സ്വന്തം വാർഡിൽ പോലും ലീഡ് നേടുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം വന്നപ്പോഴാണല്ലോ രാഷ്ട്രീയമായി ചില തീരുമാനങ്ങൾ, ചില മനപരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ആ പൊളിറ്റിക്സിൻ്റെ പ്രചാരണം കൂടിയല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ ഇപ്പോൾ ആലോചിച്ച് നോക്കും, മുസ്ലിങ്ങളെ ഇദ്ദേഹം ചെന്നിട്ട് ആരോപിക്കുന്നത് എന്താ? മലപ്പുറത്ത് പറയുന്നതിൻ്റെ സത്യാവസ്ഥയെങ്കിലും മനസ്സിലാക്കണ്ടേ. മലപ്പുറത്ത് ഈഴവന്മാർക്ക് രക്ഷയില്ല. എന്താ കാര്യം? അവിടെ ഒരു എയ്ഡഡ് കോളേജിന് അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയില്ല. മാറി വന്ന 30 കൊല്ലമായി SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇടതുപക്ഷം മാത്രമേ ഭരിച്ചിട്ട് മുസ്ലിം ലീഗ് ഇല്ലാത്ത ഗവൺമെൻറ്റുകൾ എത്ര തവണ ഭരിച്ചു? ഇദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇടതുപക്ഷമൊക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല? ഇനി മലപ്പുറത്ത് അങ്ങനെ വല്ല തടസ്സമുണ്ടോ? ഞങ്ങളൊക്കെ ആദ്യം കേട്ടു തുടങ്ങിയ, മലപ്പുറത്ത് ആദ്യം ഞങ്ങൾ കേട്ടു തുടങ്ങിയ കോളേജ് NSS കോളേജ് മഞ്ചേരിയാണ്. അതെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈഴവന്മാർ അത്രയും നായന്മാരില്ല തീർച്ചയായിട്ടും.
അപ്പോൾ ഈ NSSന്റെ സ്ഥാപനത്തിന് മന്നത്ത് പത്മനാഭനെ പോലുള്ള വലിയ വലിയ നേതാക്കന്മാർക്ക് മലപ്പുറത്ത് വന്നൊരു കോളേജ് തുടങ്ങാൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത നാടാണ്. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്താണ്. മലപ്പുറത്തിന്റെ ഈ വ്യാപാര നഗരം എന്ന് വിളിക്കുന്ന മഞ്ചേരിയാണ്. അതിന്റെ ആ നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന കോളേജാണ്. ഇന്നും എല്ലാവരും ചെന്ന് അക്ഷരം പഠിക്കുന്ന കോളേജാണ്. മലപ്പുറത്ത് അങ്ങനെ യാതൊരു കുഴപ്പമില്ല. എന്നിട്ട് മലപ്പുറത്തിന്റെ ആവശ്യമില്ലാത്ത പ്രചാരവേല നടത്തുക മാത്രമല്ല, മുസ്ലിം സമുദായം ആവശ്യമുള്ളതിലേറെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു. ലീഗിന് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലേ അത്? ഞങ്ങൾ ആരോപിക്കുന്ന അങ്ങനെയല്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും വേണ്ടത് മുസ്ലിം ലീഗ് കൊടുക്കുന്നില്ല, മുസ്ലിം ലീഗ് വേണ്ടത്ര സമുദായത്തെ ശ്രദ്ധിക്കുന്നില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. അതാണ് ലീഗിനെതിരെയുള്ള വിമർശനം. അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് ആവശ്യത്തിലേറെ നേടിക്കൊടുത്തിരിക്കുന്നു ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗിനെ വാഴ്ത്തുകയല്ലേ. ആ ലീഗ് പിന്നെ കേരളം ഭരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അടുത്ത ആരോപണം. മധ്യ തിരുവിതാംകൂർ സീറ്റ് ചോദിക്കും. മുസ്ലിം ലീഗ് എന്നാണ് തെക്കൻ തിരുവിതാംകൂറിലൊക്കെ മത്സരിക്കാത്തത്? ഇവിടെ കൊല്ലം ജില്ലയിൽ ഓർമ്മയില്ലേ? കൊല്ലം ജില്ലയിൽ ഇരവിപുരത്ത് മത്സരിച്ചിട്ടുണ്ട്, കൊട്ടാരക്കരയിൽ മത്സരിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നാവായി ആ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. നാവായിക്കുളം റഷീദ് മത്സരിച്ചിരുന്ന ഏതാ എനിക്ക് ഓർമ്മയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്, കൊല്ലം ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. എവിടെയാ മത്സരിക്കാത്ത? എറണാകുളത്തുണ്ട്. അപ്പൊ ഇവര് അപ്പോ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. ഇനി അതൊക്കെ വലിയ ഭീഷണിയായി കാണുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ മുസ്ലിം ലീഗ് എന്നാണ് ആകെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അതെന്തുകൊണ്ടാണ്? CH മുഹമ്മദ് കോയ പോലെ വലിയൊരു സ്റ്റേച്ചറുള്ള മനുഷ്യനുണ്ടായിരുന്നപ്പോൾ ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം ഈ ഒത്തുപോകാതെ വന്നപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവ് ഉണ്ടായതുകൊണ്ടാണ് CH മുഹമ്മദ് കോയ. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി എന്നോ അങ്ങനെ ഒരു ലെവലിലേക്ക് കേരളം ഉയർത്തിക്കൊണ്ടുവരുന്നത് ഞാൻ കരുതുന്നില്ല. ഒരു മുന്നണിയിലും പെട്ടവർക്ക് അദ്ദേഹത്തിന് അത്ര ഒരു പദവിയൊന്നും കൊടുക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒന്നും ഇനിയുള്ള കാലത്ത് കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയൊന്നും അവർ പോലും ആഗ്രഹിക്കുന്നില്ല, സ്വപ്നം കാണുന്നില്ല. അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയും മുഖ്യം ആവും. പാണക്കാട്ട് എന്ന് ചോദിച്ചു. പാണക്കാട്ട് എന്നുള്ള തിട്ടൂരം. എന്ത് പാണക്കാട്ട് എന്നുള്ള തിട്ടൂരമാണ് കേരളത്തിന്റെ ഭരണത്തിൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ തിട്ടൂരത്തിന് വഴങ്ങാത്ത, മുസ്ലിം ലീഗിന്റെ പൊടി പോലും ഇല്ലാതെ ഇടതുപക്ഷം ഭരിച്ചിട്ടില്ലേ കേരളത്തിൽ? അന്ന് ഇദ്ദേഹം ഇവർക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ. അപ്പൊ ഈ വെള്ളാപ്പള്ളി നടേശൻ വാവിട്ട് വർത്തമാനം പറയുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ അജണ്ട വളരെ കൃത്യമാണ്. ഇപ്പോൾ ആരാണോ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ ഈ സാമുദായിക സമവാക്യത്തെ മാറ്റിയെടുത്തിട്ട് ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു നിലപാട് ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രചരണം നടത്തുന്നത് വേണം. അങ്ങനെയാണെങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് പിണറായിയുടെ ഒരു ക്യാമ്പയിനറാണ്. പിണറായിക്കെതിരെ ഇപ്പോഴും അക്ഷരം മിണ്ടുന്നില്ല. അതാണ് പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ ആ ക്യാമ്പയിൻ തന്നെയല്ലേ VD സതീശനെതിരെയും? VD ഒരു പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസിനകത്ത് ഇനിയൊരു ഗവൺമെൻറ് വരുമെന്നൊരു തോന്നലുണ്ട്. ആ തോന്നലിൽ VD സതീശൻ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. VD സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത നിലപാടുകളൊക്കെ തന്നെ വളരെ വിജയിച്ച് കാണുന്നുണ്ട്. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പുഷ്പം പോലെ കൈകാര്യം ചെയ്ത രീതി ആലോചിച്ചാൽ മതി. ഏറ്റവും വെല്ലുവിളി ഉണ്ടായിരുന്ന പാലക്കാട് വിജയിപ്പിച്ചു. എത്ര മനോഹരമായിട്ടാണ് വിജയിപ്പിച്ചെടുത്തത്. അപ്പോൾ VD സതീശൻ്റെ സ്ട്രാറ്റജി പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചത് PV അൻവറിനെ പോലെ എലമെന്റ്, PV അൻവറിനെ പോലെ ഇപ്പോൾ അദ്ദേഹം പാലക്കാട്ട് അതിമനോഹരമായി കൈകാര്യം ചെയ്തത് BJP പൊളിറ്റിക്സിനെ ആണെങ്കിൽ നിലമ്പൂരിൽ അദ്ദേഹം കൈകാര്യം ചെയ്തത് PV അൻവർ എന്നൊരു കൾച്ചറിനെയാണ്. എന്ന് വെച്ചാൽ കള്ളപ്പണം ഉണ്ടാക്കുക, ആ കള്ളപ്പണം കൊണ്ട് വോട്ടും സൗകര്യങ്ങളും പർച്ചേസ് ചെയ്യുക, എന്നിട്ട് ഈ ചെലവഴിച്ച കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിന്നും അങ്ങനെ ഒരു എലമെന്റാണ്. ആ എലമെന്റിനെ എത്ര മനോഹരമായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ആ എലമെന്റ് വന്നിട്ട് കോൺഗ്രസിനെ വിലക്കെടുക്കാനാണ് ശ്രമിച്ചത്. എത്ര സമർത്ഥമായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ആരെയും പിണക്കാതെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ഈ PV അൻവർ എന്ന ഒരു എലമെന്റിനെ കേരള രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഈ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ ഇറങ്ങിയത്, എൻ്റെ ഒരു പ്രതീക്ഷ വെള്ളാപ്പള്ളി നടേശന്റെ വരവ് VD സതീശന് ഗുണമാണ് ചെയ്യുക. കാരണം വെള്ളാപ്പള്ളി എതിർക്കാൻ ഇറങ്ങിയെങ്കിൽ ഇയാൾക്ക് എന്തോ ക്വാളിറ്റി ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കും. അതെ, കേരളത്തിലെ ഈഴവർക്കൊന്ന് മാറി ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവസരം കൊടുക്കും. വെള്ളാപ്പള്ളി അല്ല, തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി അല്ല ശരിയെന്നും വെള്ളാപ്പള്ളിയുടെ നിലപാട് കേരളത്തിന് അനുകൂലമല്ല എന്നും ജനങ്ങൾ തിരിച്ചറിയും. തീർച്ചയായിട്ടും VD സതീശന് വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹമുണ്ട് എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. കേരളത്തിലെ അത് VD സതീശന്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഗുണകരമായി ഭവിക്കും എന്ന് വേണം. വെള്ളാപ്പള്ളിക്ക് വിനാശകാലേ തോന്നിയ വിപരീത ബുദ്ധിയാണ് എന്ന് വേണം കുറെ കൂടി കൃത്യമായിട്ട് തിരിച്ചറിയാൻ.